താഴത്തെ ഡ്രസ്സൊന്നും മാറിയില്ലേ? ചൂടുകളില്ല എനിക്ക്. ഇവന്മാരെന്തൊക്കെയാ കാണിച്ചു വെച്ചാണ്? കൂട്ടുകാരൊക്കെ പോയോ? ആ, കുറച്ചുപേരൊക്കെ പോയി. നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്. 2-3 ദിവസത്തെ ഓട്ടമല്ലേ, അതിൻ്റെ ഇരിക്കും. കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയല്ലേ? അല്ലാണ്ട് വെറുതെ ഡയലോഗൊന്നും അടിച്ചൊന്നുമല്ലല്ലോ? എനിക്കങ്ങനെ വല്ല പ്ലാനിങ് ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മളടുത്ത് സംസാരിച്ച പോലെ തൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ ഉണ്ടാവും. എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ കാര്യത്തിലൊന്നും അച്ഛനമ്മയൊന്നും ഇടപെടില്ല. അല്ല, താൻ വീട്ടിലേക്ക് വിളിച്ചില്ലേ? വിളിച്ചായിരുന്നു. എന്താ എന്തെങ്കിലും നോക്കണേ? നിതിൻ, 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 നിതിൻ. ക്ഷീണമുണ്ടെ കിടന്നോ, കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേണ്ട, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. കിടന്നോ. ആ, ഇന്നലെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? കുഴപ്പമില്ലായിരുന്നു അച്ഛാ. മോക്കിനി എന്നാ ജോലിക്ക് കയറണ്ടേ? അതിന് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ, ദേവിക, ആ, എന്നാ ഞാൻ അങ്ങോട്ട്. ആ, ഞാനേ ഒന്ന് പുറത്തോട്ട് വരാം. എങ്ങോട്ടാ പോന്നെ? ഇല്ല, ചുമ്മാ. പിന്നെ ഇത് ഞാൻ നല്ല തരാൻ വെച്ചതാ, പക്ഷെ പറ്റിയില്ലല്ലോ. എന്താ ഇതില്? അത് തുറന്നു നോക്ക്. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുള്ളതാ. പിന്നെ ഞാനത്ര റൊമാൻറ്റിക് ഒന്നുമല്ല. പിന്നെ ഇന്നലെ കല്യാണം കഴിഞ്ഞ് അച്ഛൻ യാത്ര പറയാൻ വന്നപ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ടപ്പോൾ എന്തോ പറയണ്ടേന്ന് അറിയില്ല. താൻ ഫുൾ ടൈം റൊമാൻറ്റിക് ആണല്ലേ? അങ്ങനെ ഫുൾ ടൈം റൊമാൻറ്റിക് ഒന്നും. നിതിൻ, 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 നിതിൻ. എന്താ എന്താ പറ്റിയേ? ഇതിനു മുന്നേ ഇങ്ങനെങ്ങാനും പറ്റിയിട്ടുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു തവണ അന്ന് എനിക്കൊരു പെങ്കൊച്ചിന് ഇഷ്ടമായിരുന്നു, അവക്കും. എന്നിട്ട് ഇതേപോലെ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ബോധം കെട്ട് വീണു. എന്നിട്ടെന്താ, അവളോടി, ഞാനെപ്പോഴും എനിക്ക് പോയി. അപ്പോൾ ഇതിനു മുന്നേ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്? നമുക്ക് ഒരു തവണ കൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ?
എടീ, ആ അവർ തമ്മിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? എന്തിപ്പം അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചാ. ഏയ് അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. മോളെ, സമയം ഒരുപാടായല്ല. നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? അല്ല, അവൻ കഴിച്ചായിരുന്നോ? അറിയില്ലമ്മ. എന്തേ, വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ലമ്മ. അതെ, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടെങ്കിലേ ആദ്യം അമ്മയോട് പറയട്ടോ. ആ അമ്മ. ആ, മോളൊരു കാര്യം ചെയ്യും, അവനെ ചെന്ന് വിളിച്ചിട്ടുണ്ടോ, അമ്മ ഭക്ഷണം എടുത്ത് വയ്ക്കാം. പോയിട്ട് വാ. ഏതാ പടം? ലവ് ആൻഡ് മോൺസ്റ്റേഴ്സ്. ലവ് ആൻഡ് മോൺസ്റ്റേഴ്സ്. എന്താ കഥ? അതവൻ അവൻ്റെ ഗേൾഫ്രണ്ട് രക്ഷിക്കാനായിട്ട് കുറേ മോൺസ്റ്റേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് പോകണു. എന്നിട്ട് രക്ഷിച്ചാ? ക്ലൈമാക്സ് ആവുന്നില്ലുള്ളൂ. അതെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത് നല്ലത്. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്തോ എനിക്കങ്ങനെ തോന്നി. നീ കിടക്കണല്ലേ? അല്ല, ഇതിൻ്റെ ക്ലൈമാക്സ് ഒന്നായിട്ട്. ക്ലൈമാക്സ് ഞാൻ രാവിലെ പറഞ്ഞുതരാം. അല്ല, അതിപ്പോൾ എന്തിനാ? അവനവളെ രക്ഷിക്കും, അത്രയല്ലേ ഉള്ളൂ. നീ എൻ്റെ ആരും നോക്കും. അല്ല, അച്ഛൻ കിടക്കണില്ലേ? ക്ലൈമാക്സ് അറിയാവുന്നല്ലേ? പോടാ. എനിക്കറിയാൻ 12 മണിക്ക് ചാനൽ മാറ്റാനില്ല. AC വെക്കാൻ. ഇതിനേട്ടാ പുതിയൊരു ജോബ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. നാളെ ഒന്ന് പോകണമായിരുന്നു. അതിനെന്താ താൻ പോയിട്ടോ? ഇതൊക്കെ ചോദിക്കണമെന്നരാ. പിന്നെ വേറൊരു കാര്യം, നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? നമ്മുടെ ലൈഫിൻ്റെ കാര്യമല്ലേ? എടോ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരാ. നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താലോ? നോക്കാം. താനെന്താ ജോയിൻ ചെയ്യുന്നത്? അറിയില്ല, അവർ കോണ്ടാക്ട് ചെയ്യാന്നാ പറഞ്ഞത്. അതെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞു? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഷീസ് എ സൈക്കാട്രിസ്റ്റ്. ആക്ച്വലി എല്ലാ കാര്യങ്ങളും ഞാൻ അവളായിട്ട് ഷെയർ ചെയ്യാറുള്ളതാ. ഷീസ് ലൈക്ക് മൈ മെൻറ്റർ. നമ്മുടെ കാര്യം ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല, പതിയെ നോർമലായിക്കോളൂ അവൾ പറഞ്ഞ്. ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട്, അത് കഴിച്ചതിന് ശേഷം ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്നാണ് താൻ പറയണേ? അയ്യോ, അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു ആങ്സൈറ്റി പ്രോബ്ലം മാത്രമാണ്. നോർമലി എല്ലാവർക്കും വരാറുള്ളതാ.
പിന്നെ അവൾ നാട്ടിലും ഇല്ല. 1 വീക്ക് കഴിഞ്ഞേ വരുള്ളൂ. അതുവരെ കഴിക്കാൻ വേണ്ടി ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ദാ. 1 വീതം 3 നേരം. 3 നേരം അല്ലേ? ഉം. എന്താണ്, നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണെന്നറിയാൻ പറ്റില്ല, ഭയങ്കര ഓൺ മൂഡ്. ആ, ഞാൻ തനിക്കൊരു സാധനം കൊന്നുണ്ട്. ഒരു മിനിറ്റ്. ഇത് തനിക്ക് വേണ്ടി വാങ്ങിയതാ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എന്താ ഉറക്കം വരുന്നില്ലേ? അത് സമയം പറയും കൊള്ളാം. ഏ ശരിയാണ്. എന്നാ പിന്നെ ഡോറടക്കല്ലേ? ആയിക്കോട്ടെ. ഇതുപോലൊരു മടിയൻ ആ വണ്ടിയുടെ കോലം നോക്കി പൊടിയും പിടിച്ച് ഇന്നേ വരെ ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഒഴിച്ചോണ്ടോ നീ? അത് വെള്ളത്തിന് ഒഴിക്കാലോ. ഇത് തക്കാളി. എന്താണ് ഈ ഇലമരിക്ക് ഭയങ്കര വെയിറ്റ് ആണോ? ഞാൻ വെക്കാം, സിമ്പിൾ അല്ലേ? വേണ്ട. വേണ്ടേ? സിമ്പിളാണ്. സില്ലി മാറ്റർ. എന്താണൊരിളക്കം? ഈ എന്തിളക്കാം? അല്ല, കഥ വല്ലതും എഴുതുന്നുണ്ടോ? ഇല്ല. അല്ല, ഒറ്റയ്ക്ക് സംസാരമൊക്കെ കണ്ടേ? നിന്റെ മറ്റേ ഫ്രണ്ട് ഡോക്ടർ വിളിച്ചോ? ആ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾ എടുത്തില്ല. വിളിക്കുമ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞേക്ക്. എന്തോ ഭയങ്കര മൂഡ്. ഏത് ഇത് ഭയങ്കര സിമ്പിളല്ലേ? അങ്ങോട്ട് ആണല്ലോ. മെഡിസിൻ ഇനി കണ്ടിന്യൂ ചെയ്യണോ? ഓ, വിളിച്ചിട്ട് കിട്ടണല്ലേ?
സത്യം പറഞ്ഞാൽ പുറങ്ങാനേ തോന്നാനില്ല. പതിവില്ലാതെ രാവിലെ റണ്ണിങ്ങിനൊക്കെ പോയല്ലേ? അത് ഞാൻ സ്ഥിരം പോകാറില്ലല്ലേ, 3 years ബാക്ക് സ്ഥിരമാണ്, പണ്ട് എപ്പോഴും പോയായിരുന്നു. ഇന്നെന്തോ നല്ല മൂടാതെ ഒന്ന്. ഇതിലുള്ള ബാക്കി ഗുളികയൊക്കെ എന്തേ? ബാക്കിയാ അതിൽ നാളെ രാവിലത്തെ കൊള്ളുന്നുണ്ടാവും. എന്താ അപ്പൊ എത്ര ഗുളിക വെച്ചാ കഴിച്ചേ? താനല്ലേ പറഞ്ഞേ 3 വീതം 3 നേരം. എന്താ 1 വീതം 3 നേരം. ഭയങ്കര ചൂടല്ലേ, AC ഇട്ടാലോ? എന്ത് പറയണം, അല്ല എന്നാ പിന്നെ അതൊക്കെ തുടങ്ങിയാലോ?